ആസ് എ ഗൈനക്കോളജിസ്റ്റ് പലപ്പോഴും നമ്മൾ ഒപിയില് സൈലന്റ് ആയി അമ്മമാര് കുറച്ച് സഫർ ചെയ്യുന്ന കാണാറുണ്ട്, പ്രത്യേകിച്ച് ഡെലിവറിക്ക് ശേഷമുള്ള ഒരു പീരീഡിൽ. അപ്പൊ നമുക്ക് ഇന്ന് അതിനെ കുറിച്ചിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പോസ്റ്റ്പാർട്ടം ബ്ലൂസ്, പോസ്റ്റ്പാർട്ടം ഡിപ്രഷനെ കുറിച്ചിട്ടാണ്. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് ഡെലിവറി കഴിഞ്ഞ അമ്മമാർ എപ്പോഴും ഭയങ്കര സന്തോഷമായിരിക്കണം എന്നുള്ളതാണ്. പക്ഷെ പലപ്പോഴും അമ്മമാർക്ക് അത് സാധ്യമാവില്ല. അപ്പൊ അതിനോടുള്ള ഒരു റീസൺ എന്താന്ന് വെച്ചാൽ, വിത്ത് എ ന്യൂ ബോൺ ബേബി എ മദർ ഇസ് ബോൺ. അതായത് ഒരു കുഞ്ഞ് ജനിക്കുന്നതിന്റെ കൂടെ ഒരു അമ്മയ്ക്ക് അതൊരു പുതിയ കംപ്ലീറ്റ്ലി ന്യൂ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പൊ അതിനോടനുബന്ധിച്ചുള്ള സ്ട്രെസ്സും ജീവിത ശൈലിയിലുള്ള മാറ്റങ്ങളും ഉറക്കില്ലായ്മയും ഒക്കെ ഈ ഒരു ബുദ്ധിമുട്ടുകൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് പോസ്റ്റ്പാർട്ടം ബ്ലൂസ് എന്താന്നുള്ളത് നോക്കാം. പോസ്റ്റ്പാർട്ടം ബ്ലൂസിന്റെ സിംറ്റംസ് പൊതുവെ കാണുക ഒരു ഇറിറ്റബിലിറ്റി അല്ലെങ്കിൽ ചെറിയ വിഷമം, മൂഡ് സ്വിങ്സ് അങ്ങനെയൊക്കെ ആയിട്ട് കാണാറുണ്ട്. അധികവും കാണപ്പെടുക ഡെലിവറി കഴിഞ്ഞു 2-3 ദിവസത്തിനുള്ളിൽ ഈ സിംറ്റംസ് കണ്ടു തുടങ്ങും. ഒരു 2-3 ആഴ്ചക്കുള്ളിൽ സെൽഫ് ലിമിറ്റിംഗ് ആയിട്ട് ഇത് സെറ്റിൽ ആവുകയും ചെയ്യും. അപ്പൊ ഇതിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അഡിക്വേറ്റ് ആയിട്ടുള്ള റെസ്റ്റ് ആവശ്യമാണ്. ഫാമിലിയിൽ നിന്നുള്ള നല്ലൊരു സപ്പോർട്ടും അഡിക്വേറ്റ് ആയിട്ടുള്ള റെസ്റ്റും ഉണ്ടെങ്കിൽ 2-3 ആഴ്ചക്കുള്ളിൽ തന്നെ ഈ സിംറ്റംസ് മാറുന്നതുമാണ്. പോസ്റ്റ്പാർട്ടം ബ്ലൂ സിംറ്റംസ് കൂടുതലും 50-80% സ്ത്രീകളിലും നമ്മൾ കാണാറുണ്ട്. ഇനി നമുക്ക് പോസ്റ്റ്പാർട്ടം ഡിപ്രഷനെ കുറിച്ചിട്ട് നോക്കാം. പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ അധികവും ഒരു 15-20% അമ്മമാരിലാണ് പൊതുവെ അത് കാണപ്പെടാറുള്ളത്. പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ സിംറ്റംസ് കുറച്ചും കൂടി തീവ്രമായിരിക്കും. കോൺസ്റ്റന്റ് ആയിട്ടുള്ള ക്രൈ, ഒന്നിനും താല്പര്യമില്ലായ്മ, ഒരു ഫീലിംഗ് ഓഫ് ലോ, ഹോപ്പ്ലെസ്നെസ്, അമിതമായിട്ടുള്ള വിഷാദം. കുറച്ചും കൂടി സിവിയർ ആയിട്ടുള്ള സിംറ്റംസ് ആണെങ്കിൽ ഒരു സെൽഫ് ഹാം, സൂയിസൈഡൽ ടെൻഡൻസീസ്, സൂയിസൈഡൽ തോട്ട്സ് അങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ ഉള്ളത് കുഞ്ഞിനായിട്ടുള്ള ബോണ്ടിങ്ങിനുള്ള ബുദ്ധിമുട്ട്. ചില അമ്മമാരിൽ വളരെ രൂക്ഷമായിട്ടുള്ള സിംറ്റംസ് ആണെങ്കിൽ കുഞ്ഞിനെ ഉപദ്രവിക്കാനുള്ള തോട്ട്സും അങ്ങനെ ബുദ്ധിമുട്ടുകളും ചിലപ്പോൾ കാണാറുണ്ട്. ഇത്രയും സിവിയർ ആയിട്ടുള്ള സിംറ്റംസ് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഒരു സൈക്കാട്രിസ്റ്റിനെ കൺസൾട്ട് ചെയ്യണം. പിന്നെ കോൺസ്റ്റന്റ് ആയിട്ട് ഒരാൾ കൂടെ സപ്പോർട്ടിന് ഉണ്ടാവണം. നന്നായിട്ട് ഉള്ള ഒരു പരിചരണവും ഒരു ഫാമിലി സപ്പോർട്ടും കാര്യങ്ങളും ഇതിന്റെ കൂടെ ഉണ്ടാവണം. ഇമ്മീഡിയറ്റ് ആയിട്ട് സൈക്കാട്രിസ്റ്റിനെ കാണിച്ച് ആവശ്യമാണെങ്കിൽ മെഡിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്യണം. ഒരിക്കലും നമ്മൾ ഈ പോസ്റ്റ്പാർട്ടം ഡിപ്രഷനോ അല്ലെങ്കിൽ പോസ്റ്റ്പാർട്ടം ബ്ലൂസ് ഇതിൽ കാണപ്പെടുന്ന സിംറ്റംസ് ഒരിക്കലും ഇറ്റ് ഈസ് നോട്ട് എ സൈൻ ഓഫ് ഫെയിലിയർ. ഒരു ഫെയിലിയർ ആയിട്ടോ നമ്മളിൽ എന്തെങ്കിലും തെറ്റുപറ്റി പോകുന്നതോ അങ്ങനെയായിട്ട് നമ്മൾ ഒരിക്കലും വിചാരിക്കാൻ പാടില്ല. ഇതെല്ലാം നമ്മൾ ബാക്കിയുള്ള അസുഖങ്ങൾ വരുന്ന പോലെ തന്നെ ഡെലിവറിക്ക് ശേഷം അമ്മമാർക്ക് കണ്ടുവരാവുന്നതാണ്. ഫിസിക്കൽ ഹെൽത്തിന്റെ കൂടെ മെന്റൽ ഹെൽത്തും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് കൺസൾട്ട് ചെയ്ത് അഡിക്വേറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളും എടുക്കണം.